കാട്ടാളൻ. പോൾ ജോർജിന്റെ സംവിധാനത്തിൽ പെപ്പെ നായകനായി വരുന്ന ഒരു പക്കാ ആക്ഷൻ വയലൻസ് ചിത്രമാണ് കാട്ടാളൻ. ഒരു ഹൈപ്പുമില്ലാതിരുന്ന സിനിമയായിരുന്നു കാട്ടാളൻ. എന്നാൽ സിനിമയുടെ ഭാഗത്തു നിന്ന് ചില ക്യാരക്ടർ പോസ്റ്ററൊക്കെ വന്നിരുന്നു. അതിൽ തന്നെ സിദ്ദിഖിന്റെ ഒരു പോസ്റ്റർ കാരണമാണ് സിനിമയുടെ ഹൈപ്പ് അങ്ങ് കൂടിയത്. മാർക്കോ സിനിമയിലെ സിദ്ദിഖിന്റെ അതേ ക്യാരക്ടർ തന്നെയാണ് ഈ സിനിമയിലും വരുന്നത്. കാട്ടാളൻ സിനിമ മാർക്കോയുടെ വേൾഡിൽ നിന്നും വരുന്ന മറ്റൊരു സിനിമയാണ്. സിനിമ ഈ മാസം തന്നെ റിലീസാവുന്നതായിരിക്കും. ഐ ആം ഗെയിം. നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനായി വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഐ ആം ഗെയിം. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയതാണ്. RDX സിനിമയുടെ അതേ സംവിധായകന്റെ സിനിമയായതുകൊണ്ട് തന്നെ ഒരുപാട് മികച്ച ആക്ഷൻ രംഗങ്ങളും ഫൈറ്റ് രംഗങ്ങളും ഒക്കെ സിനിമയിൽ കാണും. ദുൽഖറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ സീക്വൻസ് ഉള്ള സിനിമയും ഒരുപക്ഷെ ഇതായിരിക്കും. ഓഗസ്റ്റ് മാസം 20-നാണ് സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഗ്ലിംസ് ഈ മാസം 28-ന് വേൾഡ് വൈഡ് ആയിട്ട് പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ ഐ ആം ഗെയിം ദുൽഖർ സൽമാൻ ഒരു കമ്പാക്ക് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ദൃശ്യം 3. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായി വരുന്ന ത്രില്ലർ ചിത്രമാണ് ദൃശ്യം 3. സിനിമയുടെ ബുക്കിംഗ് ഒക്കെ നേരത്തെ തന്നെ ആരംഭിച്ചതായിരുന്നു. റെക്കോർഡ് ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ബുക്കിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ വൻ കളക്ഷൻ ആയിരിക്കും സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ കിട്ടുന്നത്. പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ഉറപ്പായിട്ടും പടം ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കും. ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ റീമേക്ക് ചെയ്തിട്ടുള്ള ഒരു ഫിലിം സീരീസ് ആണ് ദൃശ്യം. അതുകൊണ്ട് തന്നെ മലയാളികളെ പോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രിയിലുള്ളവരും സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സിനിമയുടെ സെൻസറിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന ശനിയാഴ്ച പുറത്തു വരുന്നതായിരിക്കും. സിനിമയുടെ റിലീസ് മെയ് 21-നായിരിക്കും. അപ്പോൾ കാത്തിരിക്കാം ദൃശ്യം 3യുടെ റിലീസിനായി.